ഫസ്റ്റിൽ തന്നെ പറഞ്ഞേക്കാം, ഇറ്റ്സ് മൈ പേഴ്സണൽ ഒപ്പീനിയൻ ഓൺലി. സോ ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ ഗൈസ്. ഹലോ ഗൈസ്, സോ ടുഡേ ലെറ്റ്സ് ടോക്ക് അബൌട്ട് കാർട്ടൂൺ ഗൈസ്. കാർട്ടൂൺ ആക്ച്വലി കാർട്ടൂണിനെ കുറിച്ച് എന്താണ് കാര്യമായിട്ട് സംസാരിക്കാനുള്ളതെന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, എനിക്കിപ്പോൾ ഈ അടുത്തായിട്ട് ഫീൽ ചെയ്തതാണ് നമ്മൾ കാർട്ടൂണിൻ്റെ പ്രസൻസ് വല്ലാണ്ട് താഴോട്ട് പോവുകയാണ് ഗൈസ്. ഇപ്പോൾ എല്ലാവരും ആനിമയാണ് മെയിൻലി കാണുന്നത്. ഈവൻ ഞാൻ തന്നെ ഇപ്പോൾ 2 years ആയി ആനിമ കണ്ടുകൊണ്ടിരിക്കുന്നത്. സോ എനിക്ക് ദർ ആർ ലോട്ട് ഓഫ് ഡിഫറെൻറ്റ് തിങ്സ് അബൌട്ട് ആനിമെ ആൻഡ് കാർട്ടൂൺ. അപ്പോൾ ഇന്നത്തെ സബ്ജക്റ്റ് നമ്മൾ കാർട്ടൂണാണ് ഒതുങ്ങിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് കാർട്ടൂണിനെ കുറിച്ച് പറയാം. അപ്പോൾ എൻ്റെ ചൈൽഡ്ഹുഡ് സമയത്ത് ഞാൻ കുറേ അധികം നല്ല ക്വാളിറ്റി കാർട്ടൂൺസ് ഉണ്ടായിരുന്നു. ആൻഡ് സ്റ്റിൽ ഇപ്പോഴും കുറേ അധികം കാർട്ടൂൺസ് എൻ്റെ മൈൻഡിൽ ഇപ്പോഴും ഉണ്ട്. എനിക്ക് പേരധികം എല്ലാത്തിൻ്റെ അറിയില്ലെങ്കിലും മോസ്റ്റ് ഓഫ് ദ കാർട്ടൂൺസ് ആർ റിയലി ഗുഡ്. ഇപ്പോൾ സിമ്പിളായിട്ട് അതിൻ്റെ ആനിമേഷൻ ആയാലും അതിൻ്റെ സ്റ്റോറി ആയാലും പിന്നെ എല്ലാം മൊത്തത്തിൽ കാർട്ടൂൺസ് ഒരു കാർട്ടൂണിന് വേറെ തന്നെ ഒരു പ്രസൻസും ലെവലും ഉണ്ട് ഓരോ ക്യാരക്ടേഴ്സിനായാലും കാർട്ടൂണിൻ്റെ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ആണെങ്കിൽ പറയാം, ബെൻടൺ എടുക്കാം. ബെൻടൻ്റെ ആക്ഷൻ, അഡ്വെഞ്ചർ, സൈഫൈ എല്ലാം കൂടി ഒരു മിക്സ് ആയിട്ടുള്ളൊരു നല്ലൊരു കാർട്ടൂണാണ് ബെൻടൺ. അത് ആദ്യം ഇറങ്ങിയ ബെൻടനാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. പിന്നെ ഇറങ്ങിയത് ഇറ്റ്സ് ഓക്കെ, ഇറ്റ്സ് ഗുഡ്. ബട്ട് ഈ ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയ ബെൻടൻ്റെ ഏതൊരു സീരീസ് ഉണ്ട് ആൻഡ് എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. അതിൻ്റെ ആനിമേഷൻ വാസ് വെരി ലൗസി. നമുക്കൊരു സ്റ്റോറിയും ഭയങ്കരമായിട്ടില്ല. മെയിൻ പണ്ടത്തെ സ്റ്റോറി തന്നെ ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് വ്യത്യാസം ഉണ്ടതാണ്. ബട്ട് ഇറ്റ് വാസ് മൊത്തത്തിൽ ഉൾട്ട പോലെയാണ് എനിക്ക് തോന്നിയത്. ഇനിമേ അതെല്ലാം പോട്ടെ. അങ്ങനെ കുറേ അധികം കാർട്ടൂൺസ് ഉണ്ട് ഗൈസ്. ഇപ്പോൾ നമ്മളെന്താ പറയുക, ആനിമെ കാണാത്തവരായാലും കാണാത്തവരറിയും കാർട്ടൂൺസ് ആൻഡ് ആനിമേസ് ആർ ബോത്ത് ഓഫ് സെയിം. ബട്ട് ഐ തിങ്ക് ദർ ആർ ഡിഫറെൻറ്റ്. അതിനെക്കുറിച്ച് നമുക്ക് വേറെ വീഡിയോ ചെയ്യാം. സബ്ജക്റ്റ് മാറിപ്പോകും ഗൈസ്. അപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വെച്ചാൽ ആക്ച്വലി ഞാൻ ചെറുപ്പത്തിൽ കണ്ടു വളർന്ന കുറേ അധികം നല്ല ഗുഡ് ക്വാളിറ്റി കാർട്ടൂൺസ് ഉണ്ട്. ഇപ്പോൾ ഒന്നും ടി വിയിൽ കാണുന്നു പോലും ഇല്ല. സോ അതൊക്കെ വളരെ ഒരു മിസ്സിങ് ആയിട്ടുള്ളൊരു എലമെൻ്റാണ്. ഐ തിങ്ക് മോസ്റ്റ് ഓഫ് ദ ചിൽഡ്രൻസ് മിസ് ദോസ് തിങ്സ്. കാരണം നമ്മൾ മറന്നുപോയ കുറേ അധികം കാർട്ടൂൺസ് ഉണ്ട്. ലൈക്ക് ദർ വാസ് എ ടൈം കാർട്ടൂൺസിന് നമ്മുടെ ലൈഫിലൊരു വലിയൊരു, പ്രത്യേകിച്ച് എൻ്റെ ലൈഫിൽ ഞാൻ ഇഷ്ടം പോലെ കാർട്ടൂൺ കണ്ട ഒരാളാണ്. കാർട്ടൂൺസ് ഇപ്പോഴും കറൻ്റ്ലി ഞാൻ വാച്ചിങ് സോ മെനി ആനിമേസ്, ബട്ട് സ്റ്റിൽ ഐ ഓൾസോ ലവ് കാർട്ടൂൺസ്. കാർട്ടൂണിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ടോം ആൻഡ് ജെറി, ഇറ്റ് വാസ് എ പക്ക എൻ്റർടൈനിങ് കാർട്ടൂൺ. ലൈക്ക് ഒരു ഡയലോഗ് പോലും മര്യാദയ്ക്കില്ലാത്ത ബട്ട് സ്റ്റിൽ ആക്ഷൻസും ഉണ്ട്, കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് നമുക്ക് ഏറ്റവും എൻ്റർടൈനിങ് ആയിട്ടുള്ളൊരു കാർട്ടൂണായിരുന്നു ടോം ആൻഡ് ജെറി. ആൻഡ് ബെൻടൺ വാസ് സോ ഗുഡ്. ടോം ആൻഡ് ജെറി, ബെൻടൺ, അതേപോലെ ഇഷ്ടം പോലെ കാർട്ടൂൺസ് ഉണ്ട് ഗൈസ്. ബട്ട് റീസെൻ്റ്ലി ഇപ്പോൾ ഞാൻ ടി വിയിൽ കാണുന്ന കാർട്ടൂൺസ് എല്ലാം ലൈക്ക് വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ട് അടിച്ചു നോക്കുമ്പോൾ നല്ല ഗുഡ് കാർട്ടൂൺസ് ഉണ്ടോ, അല്ലെങ്കിൽ പഴയ ഏതെങ്കിലും കാർട്ടൂൺ കാണാൻ പറ്റുമോ നോക്കുമ്പോഴും അധികം കാർട്ടൂൺസ്, ഇപ്പോൾ പുതിയ കാർട്ടൂൺസൊന്നും സത്യം പറഞ്ഞാൽ എനിക്ക് തീരെ താല്പര്യം കണ്ടിരിക്കാൻ പോലും നമുക്ക് ഇൻട്രസ്റ്റ് കൊടുക്കാൻ പറ്റാത്ത കുറേ ആനിമേഷൻസ് ആണ്. ലൈക്ക് പണ്ട് ഞാൻ കണ്ട ആനിമേഷൻ്റെ ആ ലെവൽ പോലും എനിക്ക് ഇപ്പോഴത്തെ കാർട്ടൂൺ ഈ ഒരു ക്വാളിറ്റി ഒന്നും ഫീൽ ചെയ്യുന്നില്ല ഗൈസ്. പണ്ടത്തെ ബെൻടൻ്റെ ആനിമേഷൻ ആനിമേറ്റ് ചെയ്തതിൻ്റെ ക്വാളിറ്റി എല്ലാം സോ ഗുഡ്, സീരിയസ്ലി പറയാം. അങ്ങനെ കുറേ അധികം കാർട്ടൂൺസ് ഉണ്ട് ഗൈസ്. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ കൊച്ചു ടി വിയിൽ പണ്ട് ഹീമാൻ എല്ലാം ഒരു തരംഗമായ ഒരു കാർട്ടൂണാണ് ഹീമാൻ. അതേപോലെ തന്നെ ഛോട്ടാ ഭീം. എനിക്ക് തോന്നുന്നു ഛോട്ടാ ഭീം എൻ്റെ ഏറ്റവും ഫേവറേറ്റ് അല്ല, ബട്ട് ഇറ്റ് വാസ് വൺ ഓഫ് മൈ ഫേവറേറ്റ്. ബട്ട് ഇപ്പോൾ വരുന്ന ഛോട്ടാ ഭീമിൻ്റെ എപ്പിസോഡ്സ് ഒന്നും തീരെ ഒരു ഇൻട്രസ്റ്റ് ഇല്ല. ഛോട്ടാ ഭീം തന്നെ മാറിപ്പോയി തോന്നുന്നു ഗൈസ്. ഞാൻ പണ്ടൊരു പ്രാവശ്യം എന്തോ അറിയാണ്ടെങ്കിൽ പോയിട്ട് കണ്ടു, പിന്നെന്തോ വെറുത്തുപോയി. ലൈക്ക് എനിക്ക് പണ്ടത്തെ ഛോട്ടാ ഭീമിലെ ഇവൻ വില്ലൻ ഉണ്ട്, എൻ്റെ പൊന്നു, ഐ ഫോർഗോട്ട് ദ വില്ലൻസ് നെയിം, ബട്ട് ഹി ഹാസ് ദ മാഡ് പ്രസൻസ്. ഞാൻ ഛോട്ടാ ഭീമിൽ എനിക്ക് ഏറ്റവും ആ വില്ലൻ്റെ ഏറ്റവും കൂടുതൽ പ്രസൻസ് തോന്നിയ ഒരു ഒറ്റ വില്ലനുള്ളൂ. ആൻഡ് ഐ ഫോർഗോട്ട് ഹിസ് നെയിം. ഇവിടെ സൈഡിലെവിടെയെങ്കിലും പുള്ളിക്കാരൻ്റെ പിക്ചർ എടുത്തേക്കാം. യു വിൽ റിമെമ്പർ. എന്താ പറയുക, എക്സാമ്പിൾ ആ പുള്ളിക്കാരൻ വരുമ്പോൾ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും ആൻഡ് ആ ആനിമേഷൻ എന്തല്ല ആ ടൈമിൽ എനിക്ക് ഏറ്റവും ആ വില്ലൻ്റെ പ്രസൻസ് നല്ലോണം ഫീൽ ചെയ്ത് ഒരൊറ്റ വില്ലനാണ് ഛോട്ടാ ഭീമിൽ എനിക്ക് തോന്നിയിട്ടുള്ളൂ. അത് എവിടെയെങ്കിലും ഉണ്ടോ, ഞാൻ ഫോട്ടോ എവിടെയും കൊടുക്കാം. എനിവേ, അപ്പോൾ അതേപോലെ തന്നെ മിസ്റ്റർ ബീനെ കുറിച്ചാണെങ്കിൽ ലൈക്ക് ഒറ്റയ്ക്ക് എങ്ങനെ സന്തോഷത്തോടെ ജീവിക്കണം എന്ന് പഠിപ്പിക്കുന്ന ഒരു കാർട്ടൂണാണ് മിസ്റ്റർ ബീൻ്റെ. അത് ആദ്യമൊന്നും നമുക്ക് വലിയ റിലേറ്റബിൾ ആയി തോന്നില്ല. ലൈക്ക് കുറേ കാലം കഴിയുമ്പോഴാണ് ഇതിനൊക്കെ ഇത്രയും ഡീപ്പ് മീനിങ് ഉണ്ടെന്ന് പോലും മനസ്സിലാകുന്നത്. അങ്ങനെ കാർട്ടൂൺസ് ആർ നോട്ട് സോ താഴോട്ടൊരു ആവശ്യമില്ല. കാരണം കാർട്ടൂണിനും അതിൻ്റേതായ
ഒരു ഒരു വാല്യൂ ഉണ്ട്. അപ്പോൾ അത് നമ്മളൊരിക്കലും മറക്കാൻ പറ്റില്ല ഗൈസ്. ഇഷ്ടം പോലെ കാർട്ടൂൺസ് ഉണ്ട്. എനിക്ക് ഇപ്പം തന്നെ പേരൊന്നും അധികം ഓർമ്മയില്ല. ലൈക്ക് ക്രേസി ട്രേസി എന്ന് പറഞ്ഞൊരു ഏതോ ഒരു കൊച്ചു ടി വിയിൽ പണ്ടൊരു കാർട്ടൂൺ ഉണ്ടായിരുന്നു. കുറേ സയൻറ്റിഫിക് എക്സ്പെരിമെൻ്റ് നടത്തുന്ന ഒരു കിഡ്. പിന്നെ അങ്ങനെ ഇഷ്ടംപോലെ സാധനമുണ്ട് ഗൈസ് കാർട്ടൂണിന് കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് വീഡിയോ ഒന്നും ഒരു ചെറിയ വീഡിയോ ഒന്നും ഒതുങ്ങില്ല. എനിക്ക് കാർട്ടൂൺ മൈ ഫേവറേറ്റ് കാർട്ടൂൺ എടുക്കുകയാണെങ്കിലും ഇത് കാർട്ടൂൺസിൻ്റെ പ്രസൻസ് നമ്മുടെ ലൈഫിൽ എന്തൊക്കെ ഇമ്പാക്റ്റ് ഉണ്ടായെന്ന് വെച്ചാലും ഇവൻ ഐ റിയലി ഡോണ്ട് നോ. ബട്ട് കുറേ കാര്യം കാർട്ടൂണിനെ കുറിച്ച് ആനിമേനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇഷ്ടം പോലെ കാര്യം പറയാനുണ്ട് ഗൈസ്. സോ ദർ ആർ ലോട്ട്സ് ഓഫ് കാർട്ടൂൺ. ഇനി ഓരോരുത്തർക്കും ഓരോ ഇഷ്ടപ്പെട്ട കാർട്ടൂൺസ് ഉണ്ടാവും. ആൻഡ് ഐ തിങ്ക് എനിക്ക് ഓൾ ടൈം ഫേവറേറ്റ് എന്ന് പറയുകയാണെങ്കിൽ ബെൻ 10, ടോം ആൻഡ് ജെറി, റോൾ നമ്പർ 21, ഹീമാൻ, ജാക്കി ചാൻ. ജാക്കി ചാൻ പറഞ്ഞു ഗൈസ്. ജാക്കി ചാൻ ഒരു അടിപൊളി സാധനമാണ്. മാന്ത്രികന്റെ ശക്തി, അങ്ങനെ കുറേ കാർട്ടൂൺസാണ് ഏറ്റൊരു എൻ്റർടൈനിങ് സാധനമായിരുന്നു എൻ്റെ ചൈൽഡ്ഹുഡ്. കാരണം കുറേ അധികം കാർട്ടൂൺസ്, നല്ല ഗുഡ് ക്വാളിറ്റി കാർട്ടൂൺസ് ഞാൻ കുറേ അധികം കണ്ടതാണ്. ബട്ട് ഇപ്പോൾ കറൻ്റ്ലി ഞാൻ നോക്കുകയാണെങ്കിൽ എനിക്ക് ടി വിയിലെല്ലാം നോക്കുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഐ ജസ്റ്റ് മിസ്ഡ് ദോസ് ഡേയ്സ്. കാർട്ടൂൺസ് ഞാൻ പണ്ട് കണ്ടുവന്ന കാർട്ടൂൺസിന് ഇപ്പോഴത്തെ അധികം പിള്ളേർ കാണാൻ ചാൻസ് ഇല്ലല്ലോ എന്നാണ് ഇപ്പോൾ ആലോചിക്കുന്നത്. കാരണം സെവൻസ് എന്ന് പറഞ്ഞൊരു കാർട്ടൂൺ ഉണ്ട്, ഗ്രീക്ക് മിത്തോളജി ബേസ് ആയിട്ടുള്ളൊരു കാർട്ടൂണാണത്. അതേപോലെ അവതാർ എനിക്ക് ഇപ്പോഴും കിട്ടുന്നുണ്ടെന്ന് തോന്നുന്നു. കൊച്ചുടിയിൽ പണ്ട് അവതാർ കാണിച്ചായിരുന്നു. അങ്ങനെ ഹീമാൻ, ബെൻ 10, ടോം ആൻഡ് ജെറി, ചോട്ടാ ഭീം, ഇതെല്ലാം പണ്ടത്തെ ആണ് ഗൈസ് കാണും. ഇപ്പോൾ വരുന്ന ഇതിൻ്റെ ന്യൂലി വേർഷൻസ് ഒന്നും ഇറ്റ്സ് നോട്ട് സോ മച്ച് ഗുഡ്. ഈ പണ്ടത്തെ ഞാൻ കണ്ടുവന്നതിൻ്റെ അതിൻ്റെ സ്റ്റോറി ബോർഡ് ആയാലും ആനിമേഷൻ ആയാലും കമ്പാരിറ്റീവ്ലി ഇപ്പോൾ വെച്ച് നോക്കുകയാണെങ്കിൽ പണ്ടത്തെ വാസ് ടു ഗുഡ്. ഭയങ്കര സംഭവമായിരുന്നു. ഈവൻ ദോ എനിക്ക് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, ലൈക്ക് ഞാൻ തന്നെ മീൻസ് എൻ്റേതായ കുറച്ച് ആനിമേഷൻസ് ലൈക്ക് കാർട്ടൂൺസ് ക്രിയേറ്റ് ചെയ്യണമെന്നെല്ലാം. ലൈക്ക് നല്ല ബെൻ 10ൻ്റെ ഐ ക്വാളിറ്റി എല്ലാം മെയിൻറ്റെയിൻ, പണ്ടുള്ള ബെൻ 10ൻ്റെ അതുപോലത്തെ ക്വാളിറ്റിയും നല്ല സ്റ്റോറി ലൈനും മെയിൻറ്റെയിൻ ആയിട്ടുള്ള കുറേ കാർട്ടൂൺസ് ഉണ്ടാക്കണം എന്ന് എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു. ഞാൻ ആനിമേഷനെല്ലാം പഠിക്കുകയും ചെയ്ത്. ആൻഡ് ഐ റിയലൈസ് ദാറ്റ് ഇറ്റ് ഈസ് നോട്ട് സോ ഈസി. ഒരൊറ്റ ആളെ കൊണ്ടൊന്നും പെട്ടെന്ന് നടക്കുന്ന പരിപാടിയൊന്നുമല്ല കാർട്ടൂൺ. ആൻഡ് അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് എൻ്റെ ഇമാജിനേഷനിൽ വരയ്ക്കാനുള്ള കഴിവ് കറൻ്റ്ലി ഇല്ല. ഞാൻ പല പ്രാവശ്യം നോക്കുമ്പോൾ എപ്പിക് ഫെയിൽ ആയിട്ടാണ് വന്നത്. അതുകൊണ്ട് അങ്ങനത്തെ കുറേ പ്രോബ്ലംസ് ഉണ്ടോ ഞാൻ അത് ഡ്രോപ്പ് ചെയ്യും. ഇപ്പോൾ നമുക്ക് സ്വന്തമായിട്ടുള്ളൊരു കാർട്ടൂൺ ഉണ്ടാക്കാനുള്ള സംഭവമില്ല. ബട്ട് സ്റ്റിൽ കാർട്ടൂൺ ഹാസ് ഇറ്റ്സ് ഓൺ വാല്യൂസ് ഇൻ ലൈഫ്. അതിനെക്കുറിച്ച് ഒന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയുള്ളൊരു വീഡിയോ ആണ് കഴിച്ചത്. കാരണം കാർട്ടൂണിൻ്റെ ഒരു വാല്യൂ ഇപ്പോൾ വല്ലാണ്ട് താന്നു പോയി തോന്നുന്നു. കാരണം ഇപ്പോൾ ആനിമെ ഭയങ്കരമായിട്ട് കയറിയ സമയത്ത് കാർട്ടൂണിനെ അധികം ഒരു മൈൻഡ് ആക്കാത്ത രീതിയായിട്ട് എനിക്ക് തോന്നുന്നു. കാരണം മിസ്റ്റർ ബീനും ചോട്ടാ ഭീമും അതേപോലെ തന്നെ ബെൻ 10, ടോം ആൻഡ് ജെറി, ഹീമാൻ, ഈവൻ ഡ്രാഗൺ ബൂസ്റ്റേഴ്സ്, അങ്ങനെ കുറേ അധികം നല്ല നല്ല സാധനമുണ്ട്. ഈവൻ പൊപ്പായ് ദി സെയിലർ മാൻ, അത് സ്പിനാച്ച്, ലൈക്ക് സ്പിനാച്ച് ഒന്നും അധികമാക്ക് ഒരു ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ളൊരു സാധനമായിരിക്കില്ല. ആൻഡ് അതെല്ലാം കഴിച്ചാൽ പവർ വരും, ഐ മീൻ സ്ട്രെങ്ത്ത് കൂടും. അതേപോലെ ചോട്ടാ ഭീമിൽ ലഡു കഴിച്ചാൽ സ്ട്രെങ്ത്ത് കൂടും. അങ്ങനെ കുറേ അധികം കാർട്ടൂൺസ് ഉണ്ട്. ഈവൻ ഇപ്പോൾ ഒക്കെയാണ് ഇത് നമ്മളെ മിസ്റ്റർ ബീൻ്റെ കാര്യമെല്ലാം മനസ്സിലാവുക. ലൈക്ക് ദ മിസ്റ്റർ ബീൻ കാർട്ടൂണിലൊരു ഡീപ്പ് മീനിങ് ഉണ്ട്. ലൈക്ക് ഹൗ സം വൺ ക്യാൻ ബി ഹാപ്പി, ബിക്കം ഹാപ്പി, ലൈക്ക് സംവാട്ട് ലൈക്ക് ഒറ്റക്കായാലും നമുക്ക് ഹാപ്പി ആയിട്ട് ജീവിക്കാൻ പറ്റുമെന്ന് കാണിച്ചത് ഒരു കാർട്ടൂൺ എൻ്റെ മൈൻഡിൽ ഇപ്പോൾ വരുന്നുള്ളൂ. ദാറ്റ്സ് മിസ്റ്റർ ബീൻ. ആൻഡ് അതേപോലെ തന്നെ കാർട്ടൂൺസ് ഇസ് നോട്ട് ഈസി. എന്താ പറയുക, കറക്റ്റായിട്ട് സത്യം പറഞ്ഞാൽ വേർഡ്സ് കിട്ടുന്നില്ല ഗൈസ്. ഞാൻ ഇപ്പം തന്നെ ഈ വീഡിയോ കണ്ടിട്ട് 5-6 പ്രാവശ്യം ഞാൻ തന്നെ പറഞ്ഞു നോക്കി. ഞാൻ ഓരോ സമയത്തും പറയുമ്പോഴും ഓരോ സബ്ജക്റ്റാണ് എനിക്ക് വരുന്നത്. ലൈക്ക് കാർട്ടൂണിനെ കുറിച്ച് പറഞ്ഞ് വരുമ്പോൾ കാർട്ടൂൺ ആനിമി തമ്മിൽ ഡിഫറൻസ് ആയിരുന്നു. അല്ലെങ്കിൽ മൈ ഫേവറേറ്റ് കാർട്ടൂൺസ് എന്ന രീതിയിൽ പറഞ്ഞു പോകുമ്പോൾ ഇപ്പോഴത്തെ കാർട്ടൂണും ഞാൻ കണ്ട കാർട്ടൂൺ തമ്മിൽ ഭയങ്കര ഡിഫറൻസ് ആയി പറഞ്ഞു പോകുന്നു. അങ്ങനെ കാർട്ടൂണിൽ ഓരോ ക്യാരക്ടേഴ്സ് പറഞ്ഞു പോകുമ്പോൾ അത് ഓരോ സമയത്തും ലൈക്ക് ഓരോ സബ്ജക്റ്റിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഞാൻ പിന്നെ വിചാരിച്ച് വാട്ടെവർ എന്താണെങ്കിലും ആട്ടെ, ലൈക്ക് നമുക്ക് പെട്ടെന്നൊന്ന് ഒരു ക്വിക്കായിട്ടുള്ളൊരു വീഡിയോ എടുത്തേക്കാം കാർട്ടൂണിനെ കുറിച്ച്. എനിക്ക് ഇപ്പോൾ എന്താ തോന്നുന്നത് അത് വെച്ച് പറയാം എന്നൊരു ബേസിലാണ് ഞാൻ ഇപ്പോൾ ഒരു വീഡിയോ എടുത്തത്. ആൻഡ് ഐ ഹോപ്പ് യു ഗൈസ് എൻജോയ് ദിസ് വീഡിയോ. ലൈക്ക് സംഭവം വലുതായിട്ടൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല, ബട്ട് സ്റ്റിൽ ഐ ജസ്റ്റ് wanted to remember you guys that cartoon has its own value and presence in our life. കാരണം എല്ലാവരും കാർട്ടൂൺ തുടങ്ങിയതിന് ശേഷമാണ് ആനിമയിലോട്ട് വന്നത്. ഇപ്പോൾ ഞാനങ്ങനെ വന്ന്, അപ്പോൾ എല്ലാവരും എന്ന് പറയാൻ പറ്റില്ല, ജനറലൈസ് ചെയ്യുന്നില്ല. ലൈക്ക് നോർമലി ഞാനിപ്പോൾ എനിക്ക് കാർട്ടൂൺ വെച്ചാൽ
എൻ്റെ ലൈഫിൽ അത്യാവശ്യം നല്ല വാല്യൂ ഉള്ളൊരു അല്ലെങ്കിൽ നല്ല നല്ല മെമ്മറീസ് തന്ന കുറേയധികം കാർട്ടൂൺസ് ഉണ്ട്. സോ ഐ തോട്ട് ജസ്റ്റ് വാണ്ടഡ് ടു മേക്ക് ദിസ് വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഗൈസ്. ഐ തിങ്ക് എനിക്ക് കാർട്ടൂണും ആനിമയും അല്ലെങ്കിൽ ഇപ്പോഴത്തെ കാർട്ടൂണിൻ്റെ ക്വാളിറ്റിയും പണ്ടത്തെ കണ്ട കാർട്ടൂണിൻ്റെ ക്വാളിറ്റിയും ബേസ് ചെയ്തിട്ട് ഒരു സാധനം മിക്കവാറും ഒരു വീഡിയോ കൂടി ആഡ് ചെയ്യേണ്ടി വരും. ആൻഡ് ചോട്ടാ ഭീമിൻ്റെ എനിക്ക് ഏറ്റവും മാഡ് പ്രസൻസ് തുടങ്ങിയ ഒറ്റ വില്ലനെ ഉള്ളൂ. ഒന്നും കൂടി പുള്ളിക്കാരൻ്റെ ഫോട്ടോ ആണെങ്കിൽ കൊടുത്തേക്കാം. ഐ ജസ്റ്റ് ഫോർഗോട്ട് ഹിസ് നെയിം, ബട്ട് ഹി വാസ് മാഡ് ഗുഡ് വില്ലൻ ഐ തിങ്ക്. സോ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഗൈസ്.